ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നുണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഐ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇഫ് യു ഹാവ് എ ബ്രൗൺ ആൻഡ് എ ബ്ലാക്ക് ഐ ഷാഡോ, കൂടെ തന്നെ നിങ്ങളൊരു മസ്കാര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു മേക്കപ്പ് ലുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പൊതുവേ നിങ്ങൾ ഔട്ടിങ് പോവുകയാണെങ്കിൽ വെറുതെ കാഷ്വലായി പുറത്തു പോകണമെങ്കിൽ യു നീഡ് എ പോപ്പ് ഓഫ് കളേഴ്സ് ഇൻ യുവർ ഐസ്. പക്ഷേ വല്ലാണ്ട് ഓവർ പവറും ചെയ്യരുത്. അതിന് ഈ ഐ മേക്കപ്പ് ലുക്ക് പെർഫെക്റ്റ് ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഐ ഷാഡോ ബ്രഷസ് ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഗ്ലോറിസ് എന്ന ബ്രാൻഡിൻ്റെ 3 തരം ഐ ഷാഡോ ബ്രഷസ് ആണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 3 ഐ ബ്രഷസിൽ 2 കുറച്ച് ഫ്ലഫിയർ ടിപ്പായിട്ടുള്ളതും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലൈക്ക് തിന്നർ ടിപ്പായിട്ടുള്ളതാണ്. അപ്പോൾ 2 ഫ്ലഫ് ബ്രഷ് വേണം നിർബന്ധമൊന്നുമില്ല. 1 ഫ്ലഫ് ബ്രഷും കുറച്ച് പോയിന്റ് ആയിട്ട് ബ്രഷ് ഉണ്ടെങ്കിൽ യു ക്യാൻ വർക്ക് ദിസ് ഔട്ട്. സോ നമുക്ക് ഇനി ഐ മേക്കപ്പിലേക്ക് ഓക്കെ. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ട്രാൻസിഷൻ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് നമുക്ക് എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ നമുക്ക് ലൈക്ക് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന പാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ടു ബേസിക്സ് മൈ മഴ്സിൻ്റെ ഈ പാലറ്റാണ്. ഈ പാലറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ലൈക്ക് കുറച്ച് വാം ഷെയ്ഡ്സ് ഉണ്ട്, കുറച്ച് ഗ്ലിറ്റേഴ്സും അവൈലബിൾ ആണ്. താഴെ കാണുകയാണെങ്കിൽ ബ്രൗണും ബ്ലാക്ക് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് ഈ ബ്രൗൺ ബ്ലാക്ക് ഷെയ്ഡ്സ് ആണ് ഈ ഐ മേക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യാം. നമ്മൾ ക്രീസിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഓക്കെ, നമുക്കത് നമ്മുടെ എൻറ്റയർ കണ്ണിൻ്റെ ക്രീസിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ നല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഷെയ്ഡ്സ് എല്ലാ ഏരിയസിലും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നർ കോർണറും ഔട്ടർ കോർണറും നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്താലാണ് ആ ഒരു ട്രാൻസിഷൻ കറക്റ്റായിട്ട് വരുള്ളൂ. ഓൾസോ ബാക്കിലേക്ക് നല്ലോണം ലൈക്ക് ബ്രൗഡ്സിൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾക്കൊക്കെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, ലൈക്ക് ടോപ്പ് പോർഷനിലൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഈവൻ കോട്ടിംഗ് ആയിട്ട് വരും. സോ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഷെയ്ഡ്, അതായത് ഒരു ഡീപ്പ് ബ്രൗണും ബ്ലാക്കിൻ്റെ അണ്ടർടോണ് വരുന്ന ഈ ഒരു ഷെയ്ഡ് നമ്മൾ ഇന്നർ കോർണറിലും ഔട്ടർ കോർണറിലും കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത രീതിയിൽ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്നർ കോർണേഴ്സും അതേപോലെ തന്നെ ഔട്ടർ കോർണേഴ്സിൽ എന്ത് ചെയ്യുക, ഈ പിഗ്മെൻറ്റ് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ മേലേക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്ത് കാണിക്കാൻ പാടില്ല, നമുക്ക് എല്ലാം കൂടി ബ്ലെൻഡഡ് ആയിട്ടുള്ള എഫക്റ്റാണ് വേണ്ടത്. ഓൾസോ എന്ത് ചെയ്യുക, നമ്മൾ കാജൽ ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ ഈ ബ്രൗൺ ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് എക്സ്ട്രാ പിഗ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഐ ഷാഡോ നമ്മൾ കാജൽ ചെയ്യുന്ന പോലെ തന്നെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കാജൽ നമ്മൾ സ്മോക്കി എഫക്റ്റ് വന്നിട്ടുണ്ടാവും. കാജൽ നമ്മൾ സ്മോക്ക് ചെയ്യില്ലേ, അതിന് പകരം ഐ ഷാഡോ വെച്ചിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരു എഫക്റ്റ് നമുക്കിതിൽ കിട്ടും. ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് നമ്മൾ വിങ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് അതുപോലെ തന്നെ വാട്ടർ താഴേക്കും അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആസ് യു ക്യാൻ സി നമ്മൾ ഇന്നർ കോർണേഴ്സും ഔട്ടർ കോർണേഴ്സും എല്ലാത്തിനും നമ്മൾ പൊതുവേ ഐലൈനർ കാജൽ ചെയ്യുന്നതിന് പകരം നമ്മൾ ഐ ഷാഡോ കൊണ്ട് തന്നെ ആ ഒരു ഇല്യൂഷൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നല്ല രീതിയിൽ സ്മൂക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മസ്കാരയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നത് മാഴ്സിൻ്റെ ഡബിൾ ട്രബിൾ മസ്കാരയാണ്. ലെങ്ത് ആൻഡ് വോളിയം എഡിഷനാണ് ഇത് വരുന്നത്. സോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ സ്റ്റെപ്പ് 2 ആയിട്ടുള്ള വോളിയം ബ്രഷിൻ്റെ സൈഡാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. മസ്കാര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഉള്ളിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് എന്നിട്ട് പുറത്തേക്ക് പുഷ് ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ല സ്പ്രെഡായിട്ട് കൂട്ടാവും. അതുപോലെ തന്നെ മേലെ നല്ല സ്പ്രെഡ് ചെയ്യുന്ന പോലെ തന്നെ താഴെ കണ്ണിൻ്റെ അടിയിലും മസ്കാര പ്രത്യേകത ശ്രദ്ധിക്കുക. സോ ദാറ്റ് വിൽ ഗിവ് യു എ ഗുഡ് എഫക്റ്റ്. അപ്പോൾ ആസ് യു ക്യാൻ സി ഇതാണ് നമ്മൾ വോള്യൂമനൈസിങ് മസ്കാര ഇട്ടതിൻ്റെ ശേഷം ലൈക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഈ കണ്ണിൽ ഞാൻ ഇട്ടിട്ടില്ല. ആസ് യു ക്യാൻ സി നമ്മൾ നോർമൽ ലാഷസ് ആണ്, ഇതിൽ നല്ല വോള്യൂമിനസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ കണ്ണിലും കൂടി ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഗ്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് സിമ്പിൾ സ്മോക്കി ഐ മേക്കപ്പ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.